الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. صدق الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിക്കുന്ന അത്രയും കാലം പടച്ച തമ്പുരാന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ ഖുത്ബയിൽ ഉദ്ദേശിക്കുന്നത്. ഓരോ മനുഷ്യനും ഓരോ പ്രപഞ്ചമാണ്. ഏറ്റവും നല്ല ഘടനയിലാണ് പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നല്ല ഘടനയെ നിലനിർത്തി സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വന്തത്തിനും കുടുംബത്തിനും നാടിനും രാജ്യത്തിനും വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ വലിയ വലിയ വിപ്ലവങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അതുപോലെ തന്നെ ഫലസാഫിലീൻ, സൃഷ്ടികളിൽ അധമനായി മാറാനും മനുഷ്യന് സാധ്യതയുണ്ട്. ഭൂമിയിലുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി, അവന്റെ ജീവന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി, വികാസത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഇന്നാല മൂസിഊൻ, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 7 ആകാശങ്ങളെ കുറിച്ച് നമുക്കറിയാം. 2 തരം കിതാബുകളാണ് പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് വേദഗ്രന്ഥങ്ങൾ, സന്മാർഗദർശനങ്ങളാകുന്ന വേദഗ്രന്ഥങ്ങളും മറ്റൊന്ന് പ്രപഞ്ചമാകുന്ന തുറന്ന പുസ്തകവുമാണ്. എല്ലാത്തിനെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ടിവിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഈ അയണോസ്ഫിയറിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം സാധ്യതകളുണ്ട് ആ മേഖലയിൽ. ഉദാഹരണത്തിന് ഫേസ്ബുക്കിനെ ഒരു രാഷ്ട്രമായി നമ്മൾ സങ്കല്പിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് അത് എന്ന് പറയേണ്ടി വരും. കാരണം ഫേസ്ബുക്കിൽ മാത്രം ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2.5 ബില്യനാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് സോഷ്യൽ മീഡിയ. ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന സങ്കല്പം സോഷ്യൽ മീഡിയ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാവരും നിർമ്മാതാക്കളാണ്. ഉപഭോക്താക്കൾ, നിർമ്മാതാക്കൾ എന്ന വിഭജനം മീഡിയ ലോകത്ത് അവസാനിച്ചു പോയിരിക്കും. ഒരു വീട്ടമ്മക്ക് സ്വന്തം അടുക്കളയിൽ ഇരുന്നു കൊണ്ട് തന്റെ പാചക കഴിവിനെ ലോകത്തെ അറിയിക്കുവാനും അവരുടെ ഇഷ്ടം സമ്പാദിക്കാനും കഴിയുന്നു. ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ടാബ് ഉപയോഗിച്ച് ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയുന്ന വീഡിയോകളെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നു. ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റർ കൊണ്ട് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. മീഡിയ ലോകത്ത് ഇന്ന് എല്ലാവരും റിപ്പോർട്ടർമാരും എഡിറ്റർമാരുമാണ്. ആർക്കും ഇന്ന് അറിവുകളെ കുത്തകവൽക്കരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. ഓരോ വ്യക്തിയും ഇവിടെ അന്വേഷകനാണ്. അവനിഷ്ടമുള്ളതിന് അവൻ കണ്ടെത്തുന്നു, പിൻപറ്റുന്നു. ആർക്കും അവനെ തടയാനാകുന്നില്ല. ആരുടെയും ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും തടയാനുള്ള ഒരു കഴിവ് ആർക്കും ഇന്നില്ലാതെ പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കണം? ഒന്ന് യൂസ്, അതിനെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഡിസ്യൂസ്, ഉപയോഗിക്കാതിരിക്കണം. അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിനെ യൂസ് ചെയ്യാണ് വേണ്ടത്. യൂസ് ചെയ്യാതിരിക്കരുത്, അഥവാ മിസ്യൂസ് ചെയ്യാനും പാടില്ല. യൂസ് ചെയ്യാൻ കഴിയണം. ഈ അവസരങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കണോ അതോ ഉപയോഗപ്പെടുത്തണോ എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഉപകരണങ്ങൾക്ക് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരാൻ മാത്രമേ കഴിയുകയുള്ളൂ.
അതുകൊണ്ട് ഉപകരണങ്ങൾ ഒരുക്കി തരുന്ന സൗകര്യങ്ങളെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മൂർച്ചേറിയ ഒരു കത്തി അല്ലെ, കറിക്ക് വേണ്ടി പച്ചക്കറി നുറുക്കാൻ ഉപയോഗിച്ചാൽ അത് നല്ലൊരു ആയുധമാണ് അല്ലെ. ഒരു മനുഷ്യൻ അത് കൊല്ലാൻ ഉപയോഗിച്ചാലോ അതിന്റെ പേര് പിന്നെ മാരകായുധം എന്നായി മാറും. അതുകൊണ്ട് ദൈവിക സന്ദേശങ്ങളെയും മൂല്യങ്ങളെയും പ്രചരിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനും പരത്തുവാനുമൊക്കെ ഈ മീഡിയകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്. ഉത്തമ സമുദായം എന്ന പട്ടം നിങ്ങൾക്ക് ചാർത്തി തന്നത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. ആ കർമ്മ പദ്ധതിയിലൂടെയാണ് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. നമ്മളെപ്പോഴും നാഥന്റെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. വല്ലാതെ കോമഡികൾക്ക് തല കൊടുക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ. എന്തു കാര്യം എഴുതുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പരലോക ബോധം ഉണ്ടാകണം. ലുക്മാൻ ഹക്കീം റഹ്മഹുല്ല സ്വന്തം മകനോട് പറഞ്ഞല്ലോ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യതി ബിഹല്ലാ. പൊന്നുമോനെ, നീ ചെയ്യുന്ന കടുകുമണിയുടെ അത്രയും പോന്ന ഒരു കാര്യം ആകാശഭൂമി ലോകങ്ങളുടെ എവിടെയാണെങ്കിലും പാറക്കെട്ടിന്റെ എവിടെയും നീ ഒളിപ്പിച്ചു വെച്ചാലും നാളെ വിചാരണ കൊണ്ടുവരുമെന്ന ബോധത്തോടും ബോധ്യത്തോടും കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ആരാധനകൾക്കും ദിക്റുകൾക്കും ദുആകൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഒന്നും ഈ സോഷ്യൽ മീഡിയ തടസ്സമാകാൻ പാടില്ല. എപ്പോഴും മൊബൈൽ കയ്യിലുണ്ടാകുന്ന, ഉറങ്ങുമ്പോഴും അതിലേക്ക് നോക്കേണ്ടി വരുന്ന, ഉണരുമ്പോഴും ആദ്യം അതിലേക്ക് തന്നെ നോക്കുന്ന, പ്രാർത്ഥനകളും ദിക്റുകളും മറന്നുപോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മൊബൈൽ ലഹരി ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഉറങ്ങാൻ മൊബൈൽ നമുക്ക് തടസ്സാകാൻ പാടില്ല. നെറ്റ് തീരുമ്പോഴേക്ക് അസ്വസ്ഥരാകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യബോധങ്ങളെയും നമ്മുടെ ടൈം ടേബിളുകളെയും അത് അട്ടിമറിക്കാൻ പാടില്ല. നമ്മുടെ യാത്രകൾക്കും നമ്മുടെ സംഭാഷണങ്ങൾക്കും അത് തടസ്സമാകാൻ പാടില്ല. ഈ മീഡിയയുടെയൊക്കെ ഒരു പ്രത്യേകത, അകന്നവരെ അത് അടുപ്പിക്കുകയും അടുത്തുള്ളവരെ അത് അകറ്റുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ മീഡിയയെ ഉപയോഗപ്പെടുത്തുമ്പോൾ നല്ല ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ആദർശം, നമ്മുടെ ജീവിത ലക്ഷ്യമാകുന്ന ഇഖാമത്തുദ്ദീൻ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ എല്ലാം പ്രകടിപ്പിക്കുവാൻ ഈ ലോകത്തിനും പരലോകത്തിനും ഇടയിലുള്ള ഒരു ലോകമാകുന്ന ഈ ലോകത്തെ അഥവാ ഇന്റർനെറ്റ് ലോകത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പടച്ചവനെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യവും ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഓരോ സെക്കൻഡുകളെ കുറിച്ചും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ആയുസ്സും ആരോഗ്യവും സമ്പത്തും വിജ്ഞാനവും, ഈ 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പരലോകത്ത് നമുക്കൊരു കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു തഖ്വാ ബോധവും ഈ ഒരു ആദർശബോധവും ഈ ഒരു ഉത്തരവാദിത്ത ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ മീഡിയകളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഖുർആൻ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. എന്നെ മറന്നുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം ദുനിയാവിലെങ്കിൽ അവന്റെ വീട് 2 നിലയുള്ളതാണെങ്കിലും അവന്റെ തൂക്കം 150 കിലോനാണെങ്കിലും അവന്റെ നെഞ്ചളവ് എത്രയുണ്ടെങ്കിലും അവന്റെ മനസ്സിന് അവന്റെ ജീവിതത്തിന് ഞാൻ ഇടുക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്നിലും ഒരു സമാധാനം കിട്ടില്ല, ഒന്നിലും ഒരു റഹ്മത്തും ഒരു ബർക്കത്തും ഉണ്ടാവില്ല. കിട്ടിയതെല്ലാം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. അപ്പൊ മഈശത്തൻ ലങ്ക, ഇടുങ്ങിയ ജീവിതം, ഇടുങ്ങിയ മനസ്സ്, സ്വാർത്ഥത, സ്വജന പക്ഷപാതിത്വം, താൻ പോരിമ, കിബിർ, അഹന്ത, അഹങ്കാരം, ഇതൊക്കെ കടന്നു വന്നാൽ പടച്ചവനെ കുറിച്ചുള്ള ദിക്ർ പോയി അവൻ മനസ്സിടുങ്ങിയവനെ പോലെയായി മാറും. വനഹ്ശറുഹു യൗമിൽ ഖിയാമത്തി അഅമ, പരലോകത്ത് അവരെ അല്ലാഹു അന്ധന്മാരായി കൊണ്ടുവരും. ഖാല, അപ്പാ മനുഷ്യൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസ്വീറ. പടച്ചവനെ, ദുനിയാവിൽ ജീവിച്ചപ്പോൾ എനിക്ക് 2 കണ്ണിനും സുഖമായി നല്ല കാഴ്ച ഉണ്ടായിരുന്നു.
110ാമത്തെ വയസ്സിലാണ് ഞാൻ മരിച്ചത്. ഒരു കണ്ണട എനിക്ക് വെക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് എന്താണ് എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളഞ്ഞത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഞാൻ എന്റെ മാതാപിതാക്കളെയും നിന്റെ ഭാര്യയും മക്കളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യാതിരുന്നതാണ്. കാരണം എന്താ? ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസിതഹ. ജീവിതത്തിൽ നീ എങ്ങനെ ജീവിക്കണം, നിന്റെ സ്വഭാവം, ശീലം, പെരുമാറ്റങ്ങൾ, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ രഹസ്യം, പരസ്യ ജീവിതം എല്ലാം എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു. പക്ഷേ എന്റെ ആയത്തുകൾ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ അതിനൊക്കെ മറന്നുപോയി, എന്നെ വിസ്മരിച്ച് നീ ജീവിച്ചു. കണ്ണ് തന്നതിനുകൊണ്ടുള്ള ഒരു ഗുണവും സത്യം നീ കണ്ടെത്തിയില്ല. കാതു തന്നിട്ട് പ്രത്യേകിച്ചൊന്നും നീ കേട്ടില്ല. അതുകൊണ്ട് വക്കദാലിക്കൽ യൗമ തുൻസ, ഇന്ന് ഞാൻ നിന്നെയും മറന്നു കളയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് ജീവിതത്തിലുടനീളം എന്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഈ ഒരു മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. കരുണാവാരിധി അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. രോഗമുക്തമായ ഒരു ലോക അന്തരീക്ഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാടിനോടും നാട്ടുകാരോടും കാരുണ്യം കാണിക്കുന്ന, നാഥനെ ഭയപ്പെടുന്ന ഭരണാധികാരികളെ നമ്മുടെ ഭരണാധികാരികൾ അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. നാടിന്റെയും മാനവ സമൂഹത്തിന്റെയും ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. നീതി പുലരുന്ന ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ സംഘങ്ങളുടെയും പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുകയും വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥന നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه وسلم تسليما كثيرا مزيدا. السلام عليكم ورحمة الله وبركاته.